നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന സിം കാർഡിന് റേഞ്ച് ഇല്ലാത്ത സമയത്തും നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കോൾ ചെയ്യണമെങ്കിൽ നമുക്കെങ്ങനെ കോൾ ചെയ്യാൻ സാധിക്കും? വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ അങ്ങനെ കോൾ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ തന്നെ കണക്ഷൻസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിം കാർഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ വൈഫൈ കോളിംഗ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനത് എനേബിൾ ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. വൈഫൈ കോളിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ചെയ്ത് വെക്കുക. അതുകൂടാതെ ഈ വൈഫൈ കോളിംഗ് എന്ന ഈ ഒരു എഴുത്തിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കോളിംഗ് പ്രിഫറൻസസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇൻബിൽട്ടായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് പ്രിഫേർഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇത് മാറ്റിയിട്ട് ഇവിടെ വൈഫൈ പ്രിഫേർഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോഴല്ല, നിങ്ങൾക്ക് എപ്പോഴാണ് മൊബൈലിൻ്റെ റേഞ്ച് ഇല്ലാത്തത് അല്ലെങ്കിൽ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തത്, ആ സമയത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള ആളുടെ വൈഫൈ നിങ്ങൾ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഏരിയയിൽ വൈഫൈ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടോ ഈ വൈഫൈ പ്രിഫേർഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും വളരെ ക്ലാരിറ്റിയോടുകൂടി, നല്ല ക്ലിയറോടുകൂടി, നല്ല റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പല സന്ദർഭങ്ങളിലും നമുക്കിങ്ങനെയുള്ള ഒരവസരങ്ങളിൽ കോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു അറിവ് മുമ്പേ അറിവുള്ളതാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ ഒരു വൈഫൈ കോളിങ്ങിൻ്റെ സിസ്റ്റം ഉള്ളതായിട്ട് പല ആളുകൾക്കും അറിയില്ല. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മൊബൈലുകളിലൊക്കെ തന്നെ വൈഫൈ കോളിങ്ങിൻ്റെ ഈ ഒരു സിസ്റ്റം ഉണ്ട്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള നല്ല നല്ല അറിവുകൾക്ക് തീർച്ചയായിട്ടും FTM ക്രിയേഷൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.